ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2.7 ആണ്. ഒന്ന് വായിച്ചു നോക്കാം ആ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്സ്, ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പർ ഓഫ് എ ലൈറ്റ് വേവ് ഹൂസ് പീരിയഡ് ഇസ് 2 × 10⁻⁻10 സെക്കൻഡ്സ്. അപ്പോൾ തന്നിരിക്കുന്ന സാധനം എന്താണ്? ടൈം പീരീഡാണ്. എത്രയാണ് വാല്യൂ? 2 × 10⁻10 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി നമ്മൾ തന്നിരിക്കുന്ന വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വേവ് നമ്പർ എല്ലാം നമ്മൾ കാണണം. എന്താ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. എടാ, ഫസ്റ്റ് കാര്യം, നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്തുപയോഗിക്കാം? ടൈം പീരീഡ് യൂസ് ചെയ്യാം. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരീഡ് ആണ് ഇക്വേഷൻ. പഠിച്ചു വെക്കണം ഇക്വേഷൻ കേട്ടോ. ഓക്കെ, സോ നമുക്കറിയാം 1/ടൈം പീരീഡ് എത്രയാ? 2 × 10⁻⁻10. അപ്പോൾ അതായത് ഇത് എത്ര വരും? 10⁻⁻10 മുകളിൽ പോയി കഴിഞ്ഞാൽ 10⁻10 ആകും. അതിനൊരു 0 പുറത്തെടുത്താൽ അത് 10 ആവും. 10/2 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? സോ 5 × 10⁻9 അത്രയും എന്ത് വരും? സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് നമുക്ക് ഫ്രീക്വൻസി കിട്ടുക. സോ നൗ വി ഗോ ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കിട്ടിയാൽ നമുക്ക് എന്തിലേക്ക് പോവാം? യു ക്യാൻ ഗോ ഫോർ ദ ലാംഡ. ലാംഡയിലേക്ക് പോയിക്കൂടെ? സോ നമുക്ക് ലാംഡ എന്ന് എടുത്ത് നോക്കാം. സോ ലാംഡയുടെ ഇക്വേഷൻ എന്താ? നൗ ലാംഡ ഇസ് ഈക്വൽ ടു c/ν. പഠിച്ച ഇക്വേഷൻ അല്ലേ ഇതൊക്കെ? ഓക്കെ, c/ν പറഞ്ഞാൽ എന്താ? 3 × 10⁸ ആണ് സീൻ്റെ വാല്യൂ. അതൊരു കോൺസ്റ്റൻ്റ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട വാല്യൂ അല്ലേ? ലൈറ്റിൻ്റെ സ്പീഡാണത്. ആൻഡ് ന്യൂ പറഞ്ഞാൽ എത്ര കിട്ടി നമുക്കിപ്പം? സോ 5 × 10⁻⁷ എത്രയാടാ? 9 അല്ലേ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പോവാം. സോ 5 × 10⁻9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിലേക്ക് കിട്ടാൻ എന്താ ഇവിടെ? 10. അത് കട്ടായി കൂടാ നമുക്ക് അല്ലേ? ജസ്റ്റ് ഒന്ന് കട്ടായി കാണിച്ചു തരാം. അപ്പോൾ ഇത് 10⁸, ഇത് 10⁻9. മുകളിൽ പോയാൽ എത്ര വരും? 10⁻⁻1 വരും. ദെൻ നമ്മളിതിനെ 30 ആക്കുകയാണെങ്കിൽ എന്ത് വരും? 10⁻⁻2 ആകും. അപ്പോൾ എന്താ വരിക? 30/5 പറഞ്ഞാൽ 6 അല്ലേ? 6 × 10⁻2 അത്രയും മീറ്റേഴ്സ് കിട്ടും. ഏത് നമുക്ക് കിട്ടുന്ന ഏതാടാ? ലാംഡ കിട്ടി. സോ ലാംഡ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നൗ വി ഹാവ് ടു ഫൈൻഡ് ദ വേവ് നമ്പർ. വാട്ട് ഈസ് വേവ് നമ്പർ? വേവ് നമ്പർ ഈസ് ഈക്വൽ ടു ന്യൂ ബാർ. അങ്ങനെ കണ്ടുപിടിക്കുക. 1/λ. 1/λ നോക്കിക്കുക. സോ 1/λ എത്രയാ? 6 × 10⁻². 6 × 10⁻². അത് മുകളിൽ പോയാൽ എത്ര വരിക? 100 അല്ലേ വരിക? സോ 100/6 അല്ലേ? 100/6 പറഞ്ഞാൽ 10ൽ 6 ഒരു തവണ, ദെൻ 40ൽ 6 തവണ, പിന്നെ ബാക്കി പിന്നെയും 40 തന്നെ അല്ലേ? 16.67 അല്ലേ? അത്രയും നമുക്ക് എന്ത് കിട്ടും? മീറ്റർ ഇൻവേഴ്സ് കിട്ടും. കാരണം 1/λ പറയുമ്പോൾ എത്രയും മീറ്റർ അല്ലേ ഉണ്ടാവുക? ആ മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? മീറ്റർ ഇൻവേഴ്സ് ആവും. ഓക്കെ, സോ വി ഗോട്ട് ഓൾ ദ ഇൻഫർമേഷൻസ്. നമുക്ക് എന്തൊക്കെ വേണ്ടിയിരുന്നടാ? വേണ്ട എല്ലാം കിട്ടിയില്ലേ? ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ഇപ്പം ദാ നമുക്ക് ന്യൂ കിട്ടി, അതേപോലെ ലാംഡ കിട്ടി, ആൻഡ് വേവ് നമ്പർ. തന്നിന് നാട്ടെന്താ? തന്ന സാധനം ഈ ഒരു സാധനം. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം ഇൻ എക്സാമിനേഷൻസ്. ചെയ്ത് പഠിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.